ഹായ് മക്കളെ, എടാ നമ്മുടെ +1 കെമിസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. നിങ്ങളുടെ ബോർഡ് എക്സാമിന് ഏകദേശം 8 മുതൽ 11 മാർക്കിന് വരെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ, നിങ്ങൾ ആ ചാപ്റ്ററിൽ ഒരുപാട് കുട്ടികൾ പറയുന്നൊരു ബുദ്ധിമുട്ടാണ്, ആ ചാപ്റ്ററിൽ സാറേ ഒരുപാട് കണ്ടന്റ് ഉണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്ക് മൊത്തം ഞങ്ങൾ എന്തൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ അതിൽ ഏതൊക്കെ ടോപ്പിക്കുകൾ ഞങ്ങൾ പഠിക്കണം എന്നുള്ളത് ഒരുപാട് മക്കൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. അപ്പോൾ സാറിന് പറയാനുള്ളത്, ശരിക്കും നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ച് തന്നെ പഠിക്കണം, അങ്ങനെ പഠിക്കേണ്ടെന്നല്ല, പക്ഷെ നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കിന് പ്രയോറിറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്നുള്ളതാണ് സാർ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. ഓക്കെ അല്ലേടാ? അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന +1 കെമിസ്ട്രിയിലെ 2ാമത്തെ ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് സാറ് പറയുന്നത്. അതിൽ 1ാമത്തെ കാര്യമാണ് പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് ആൻഡ് ആനോഡ് റേ. ആനോഡ് റേയുടെയും കാഥോഡ് റേയുടെയും പ്രോപ്പർട്ടി വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. 2ാമത്തത് തോംസന്റെ മോഡലൊക്കെ ഉണ്ട്, പക്ഷെ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മക്കൾ പഠിക്കേണ്ടത് റുദർഫോർഡിന്റെ മോഡലാണ്. 3 EM വേവ്സ്, അതിൽ വേവ് ലെങ്ത് കാണാനുള്ള ക്വസ്റ്റ്യൻ, ഫ്രീക്വൻസി കാണാനുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിൽ നിന്ന് ചോദിക്കാറ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും അതിൻ്റെ പ്രോപ്പർട്ടീസും പഠിക്കുക എന്നുള്ളത്. ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ 5 സീരീസ് അറിയാം, ലൈമാൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ആ 5 സീരീസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, ഇനി ബോർ മോഡൽ, അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ മക്കൾക്ക് കാണാൻ പറ്റും ബോർ മോഡലിൻ്റെ പോസ്റ്റുലേറ്റും അതിൻ്റെ ഡീമെറിറ്റ്സും അതിൻ്റെ പോരായ്മകളും ബോർ മോഡലിൽ മക്കൾ പഠിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഡുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ. ഡുവൽ ബിഹേവിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ വേവ് ലെങ്ത് കാണാനുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇക്വേഷനാണ് ഡുവൽ ബിഹേവിയർ. പിന്നെ ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് തന്നെയാണ്. അതിൻ്റെ ഡെഫിനിഷനും ഇക്വേഷനൊക്കെ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചതാണ്, പ്രോബ്ലംസും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അടുത്തത് ക്വാണ്ടം നമ്പേഴ്സ്. അറിയാം, നമുക്ക് 4 ക്വാണ്ടം നമ്പേഴ്സ് പഠിക്കാണ്ട് അല്ലേ? ഏതൊക്കെയായിരുന്നു? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. അങ്ങനെ 4 ക്വാണ്ടം നമ്പേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുള്ള ടോപ്പിക്കും വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഏരിയയാണ് ക്വാണ്ടം നമ്പേഴ്സ്. അത് കഴിഞ്ഞാൽ മക്കളെ, ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ്. നിങ്ങളോട് പ്രധാനമായിട്ടും 3 ഓർബിറ്റലുകളുടെ ഷേപ്പ് വരക്കാൻ പറയും. ഒന്നെങ്കിൽ S ഓർബിറ്റൽ, അല്ലെങ്കിൽ P ഓർബിറ്റൽ, അല്ലെങ്കിൽ D ഓർബിറ്റൽ. അത് മറന്നു കളയരുത് അല്ലേ? S ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്താ? സ്ഫെറിക്കൽ ഷേപ്പാണ്. P ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്താ? ഡംബൽ ഷേപ്പാണ്. D ഓർബിറ്റൽ ആണെങ്കിൽ അത് ഡബിൾ ഡംബൽ ഷേപ്പാണ്. അപ്പോൾ ഓർബിറ്റലുകളുടെ ഷേപ്പ് വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് 3 പ്രിൻസിപ്പിൾസ്. എടാ, നിങ്ങൾ ഓർബിറ്റലുകളിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാന്ന് ചോദിച്ചാൽ ബേസ്ഡ് ഓൺ ദീസ് 3 പ്രിൻസിപ്പിൾ. ആ 3 പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഓർബിറ്റലിൽ ആരെ ഫില്ല് ചെയ്യുക? ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുക. അതിലൊന്ന് ഓഫ് ബാ പ്രിൻസിപ്പിൾ, 2 പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, 3 ഹൺസ് റൂൾ. ഈ 3 റൂളിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഓർബിറ്റലിൽ ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ, ഇത്രയും കാര്യങ്ങൾ മക്കൾ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ശരിക്കും NCERT വെച്ച് തന്നെ മക്കൾ വായിച്ചു പോകണം, പക്ഷേ നിങ്ങളുടെ ബോർഡ് എക്സാമിന് ചോദിക്കാറ് ഈ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഒരുപാട് മക്കൾ ചോദിച്ച ഡൗട്ടാണ്, എന്ത് പഠിക്കണം സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ? എടാ, എങ്ങനെ പോയാലും ഒരു 8 മുതൽ 11 മാർക്കിന് വരെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ആ പ്രയോറിറ്റിയിൽ തന്നെ മക്കൾ ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക എന്നുള്ളതാണ്.